രാവിലെ ഒരു 7 മണി 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പാലയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ കസിൻ്റെ പാലുകാച്ചാണ്. അത് അഞ്ചൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങോട്ടാണ് പോകുന്നത്. പാലുകാച്ചെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉദ്ദേശിക്കുന്നത് ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. എന്തായാലും പാലയിൽ നിന്ന് അഞ്ചൽ വരെ ഒരു നല്ല ദൂരം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പായിരുന്നു. നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീടൊക്കെ നന്നായിട്ടൊന്ന് കാണുന്നത് തന്നെ. ഇതെൻ്റെ അമ്മയും അനിയത്തിയും ആണ് കേട്ടോ. അവരെന്തോ സ്വകാര്യം പറയുകയാണ്. അനിയത്തിയും ചേട്ടത്തിയും കൂടെ കണ്ടതല്ലേ. ഞാനിങ്ങനെ പാലയിലായതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളുടെ പല ഫംഗ്ഷൻസിനും എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടിയതും എനിക്ക് പോകാൻ പറ്റിയതും. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കുറേയധികം ബന്ധുക്കളെയൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഇതാണ് കേട്ടോ പുനലൂർ തൂക്കുപാലം. ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. വീടൊക്കെ കണ്ട് നമ്മൾ ലഞ്ചും കഴിച്ച് ഒരു 2 മണി 2:30 ആയപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. നമ്മൾക്ക് കുറേ ദൂരം ഉണ്ടായത് കാരണം നമ്മൾ നേരത്തെ അങ്ങ് ഇറങ്ങി. യാത്രാക്ഷീണം കാരണം വീട്ടിൽ വന്ന് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എല്ലാവരും കിടന്നുറങ്ങി. ഒരു 9 മണി ആയപ്പോഴത്തേക്ക് എല്ലാവരും ചാടി എഴുന്നേറ്റു. വേറെ ഒന്നുമല്ല, വിശപ്പിന്റെ വിളി വന്നതാണ് കേട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ പാലയിലോട്ട് വന്നു, സൺസ്റ്റാറിലേക്ക്. ഈ പാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം 8 മണി അപ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പുകളെല്ലാം അടയ്ക്കും. ചില റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണും കേട്ടോ. അല്ലാതെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ അടയ്ക്കും എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ പാലയിൽ വന്നിട്ട് 3 വർഷമായി. നമുക്ക് ട്രാൻസ്ഫറായി പല സ്ഥലങ്ങളിലും പോയി താമസിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പാല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. പാലയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.